ഹലോ. എനിക്ക് ചോദിക്കാനുള്ളത്, മതത്തെക്കുറിച്ചാണല്ലോ ചർച്ച. പക്ഷേ ഇന്ന് ലോകത്ത് മതം കാരണം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ന്യൂസിലും മറ്റുമൊക്കെ ആയിട്ട് ഭീകരവാദം പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മതം ഉണ്ട് എന്നുള്ളതല്ലേ? മതം ഉള്ളത് കൊണ്ടാണല്ലോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കുന്നത്? ലോകത്തൊരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് മതം കാരണമല്ലേ എന്നുള്ളതാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഒരുപക്ഷെ വളരെ സിമ്പിളായി ലോകത്തെ കാണുന്ന അല്ലെങ്കിൽ വാർത്തകളൊക്കെ വായിക്കുന്ന ഏതൊരാൾക്കും തോന്നിയേക്കാവുന്ന ഒരു ചോദ്യമാണത്. പക്ഷെ ശരിക്കും ആണോ? ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ശരിക്കും അത് ഏതെങ്കിലും ഒരാൾ മതഗ്രന്ഥം ഇങ്ങനെ വായിച്ചിട്ട് ശരി ഈ ഗ്രന്ഥത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കാൻ പറയേണ്ടതെന്നാൽ പിന്നെ ഞാൻ പോയി കുറച്ച് പ്രശ്നം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണോ പ്രശ്നം ഉണ്ടാവുന്നത്? ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ പ്രശ്നകലുഷിതമായി മുന്നോട്ട് കൊണ്ടുപോയിക്കാണ്. ഉദാഹരണത്തിന് വെനസ്വേല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യ ശക്തി അവിടേക്ക് കടന്നു ചെല്ലുകയും അവിടെയുള്ള പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന, അവിടെ പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. അത് കഴിഞ്ഞ് ക്യൂബയിലേക്ക് അത്തരം പ്രശ്നങ്ങൾ വ്യാപിക്കും എന്നുള്ള വാർത്ത നമ്മൾ കാണുകയാണ്. മെക്സിക്കോയെക്കുറിച്ച് നമ്മൾ വാർത്ത കാണുകയാണ്. അതേ സമയത്ത് ഇപ്പുറത്ത് ഉക്രൈൻ റഷ്യ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാണുകയാണ്. അതേ സമയത്ത് തന്നെ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം കാണുകയാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളെന്താ ചിന്തിക്കുക? നമ്മൾ പലപ്പോഴും ചിന്തിക്കുക എന്താ വെച്ചാൽ ഇറാനിൽ പ്രശ്നം ഉണ്ടല്ലോ, ഇറാൻ എന്തുകൊണ്ടാണ് പ്രശ്നം? അവിടെ മതവിശ്വാസികളാണ്, അപ്പോൾ എന്താ പ്രശ്നം? മതമാണ് പ്രശ്നം. അല്ലെ സിറിയയിൽ എന്തോ പ്രശ്നമുണ്ട്, അത് ശരി, അപ്പോൾ അവിടെ ആരാളുള്ള മതവിശ്വാസികളാണ്, അപ്പോൾ എന്താ പ്രശ്നം? മതമാണ്. ഇങ്ങനെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള പ്രശ്നങ്ങളോ അത് വേറെന്തോ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. മതവിശ്വാസികൾ കൂടുതലുള്ളടുത്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ളടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്തായാലും ഇസ്ലാമിൻ്റെ പ്രശ്നം തന്നെ. ഈ ഒരു ചിന്തയാണ് നമ്മൾ അടിസ്ഥാനപരമായി ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടത്. നമ്മൾ നോക്കുക, ഇറാനിൽ പ്രശ്നമുണ്ട്, ശരി, ഇറാനിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ എന്ന്, അവിടെ മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഖുർആനാണ് എന്നുള്ളത് അങ്ങനെ സിംപ്ലിസ്റ്റിക് ആയിട്ട് നമ്മൾ ആലോചിക്കുകയാണോ വേണ്ടത്? അല്ല. മറിച്ച് ഓരോ സ്ഥലത്തും പ്രശ്നമുണ്ടാകാനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്താണ്, ഇത് നമ്മൾ നോക്കണം. ഉദാഹരണത്തിന് വെനസ്വേല എന്തുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടായി? ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ, സൗദി അറേബ്യയേക്കാൾ കൂടുതൽ ക്രൂഡുള്ള ഒരു പ്രദേശമാണ് വെനസ്വേല. എന്ന് വെച്ചാൽ അത്രമേൽ സമ്പന്നമായി ജീവിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് വെനസ്വേല. പക്ഷെ അവിടെയുള്ള ആൾക്കാർ പട്ടിണിയിലാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മളെ നയിക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് വെനസ്വേല അവരുടെ നയനിലപാടുകൾ എടുക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്യുന്നു? അവർക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു, അവരെ പ്രശ്നത്തിലാക്കുന്നു, അവരെ നാട് കുട്ടിച്ചോറാക്കുന്നു, അവസാനം പ്രസിഡന്റിനെ വരെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര സിമ്പിളാണ്, ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതേ കാര്യം ഒരു മുസ്ലിം രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്തേക്കോ ഇതൊന്നും ബാധകമല്ല. അവിടെ എന്താ? മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നേരെ അവർ ഖുർആൻ വായിക്കുന്നു, നേരെ തീവ്രവാദം ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മീഡിയകളോ അല്ലെങ്കിൽ പല മാധ്യമങ്ങളോ നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സിറിയ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തേ കാരണം? ഇതേപോലെ ആ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങൾ, റീജിയണലായ താല്പര്യങ്ങൾ അവിടേക്ക് നേഷൻ സ്റ്റേറ്റുകൾ അടിച്ചേൽപ്പിച്ചു. സിറിയയുമായി ബന്ധപ്പെട്ട് മാത്രം പറയുകയാണെങ്കിൽ അവിടെ ഇത്രയും കാലം നടന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രോക്സി വാറാണ്. അമേരിക്ക ആയുധം സപ്ലൈ ചെയ്യുന്ന കുറേ ടീംസ് ഉണ്ടാവും ഒരു ഭാഗത്ത്, റഷ്യ ആയുധം സപ്ലൈ ചെയ്യുന്ന കുറേ സായുധ സംഘങ്ങൾ മറുഭാഗത്ത്. അവർ പരസ്പരം അടിക്കുക. എന്തേ കാരണം? അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി റഷ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് അവിടെയുണ്ട്. അതുകൊണ്ട് അതിനെ അട്ടിമറിക്കണം അമേരിക്കയും, അത് പറ്റില്ല എന്ന് റഷ്യയും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയുധം സപ്ലൈ ചെയ്യും, പരസ്പരം അടിക്കും. എന്നിട്ട് കണ്ടിട്ട് പറയും, കണ്ടോ മുസ്ലിം രാജ്യത്ത് മൊത്തം പ്രശ്നം, അവിടെ ഭീകര സംഘടനകൾ ഉണ്ടാകുന്നു. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ഈ ഭീകര സംഘടനകൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് എങ്ങനെ ആയുധങ്ങൾ കിട്ടുന്നത്? ഇത്രയും വലിയ ആയുധ ശേഖരം ഇവരുടെ കയ്യിൽ എങ്ങനെയാണ് വരുന്നത്? ഈ സാമ്രാജ്യത്വ ശക്തികൾ അത് പ്രൊവൈഡ് ചെയ്യാതെ കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു പ്രദേശത്തെയും സാമ്രാജ്യത്വം അവിടേക്ക് കയറി അധിനിവേശം നടത്തി അസ്ഥിരമാക്കുന്നു. ആ അസ്ഥിരമാക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള മിലീഷ്യകളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഉണ്ടാകുന്നു. ആ പ്രതികരണങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, കണ്ടോ തീവ്രവാദികളാണ്. ഞാൻ ഇതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിൽ തീവ്രവാദികളില്ല എന്നല്ലോ കേട്ടോ.
വലിയ വലിയ രൂപത്തിലുള്ള നമുക്കൊന്നും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഈ ലോകത്തുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അതുമാത്രമല്ല നമ്മൾ കാണേണ്ടത്, എങ്ങനെ അവരുണ്ടായി എന്നതിൻ്റെ സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അമേരിക്ക പോലെയുള്ള, റഷ്യ പോലെയുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങളുള്ള രാജ്യങ്ങൾ ഓരോ നാടിനെയും അവിടേക്ക് കയറി ചെന്ന് കുട്ടിച്ചോറാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഗവൺമെന്റ് ഇല്ല, സംവിധാനങ്ങളില്ല, ആകെ മൊത്തം പ്രശ്നമായി. ആ പ്രശ്നമാകുമ്പോൾ ആ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ രംഗത്ത് വരും. ചില ആൾക്കാർ എന്ത് ചെയ്യും? അതിനെതിരെ വളരെ നല്ല രൂപത്തിൽ പ്രതികരിക്കും, നിയമപരമായി പ്രതികരിക്കാൻ നോക്കും. വേറെ ചില ആളുകൾ കുറച്ചുകൂടി സായുധമായി പ്രതികരിക്കാൻ നോക്കും. വേറെ ചില ആളുകൾ കുറച്ചുകൂടി എക്സ്ട്രീമായ ഐഡിയോളജികൾ പുൽകിക്കൊണ്ട് അതിനോട് പ്രതികരിക്കാൻ നോക്കും. ഇങ്ങനെയുള്ള പലതരം പ്രതികരണങ്ങൾ ഉണ്ടാകും. ഈ പ്രതികരണങ്ങളിൽ ചിലത് മോശമാണ്, ചിലത് നല്ലതാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ പറഞ്ഞ സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ സുഹൃത്തുക്കളെ, ഇസ്ലാം മാത്രം എടുക്കുക. ഭീകരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പേര് ഇസ്ലാമിൻ്റെതാണല്ലോ. ഇസ്ലാം അതിൻ്റെ ഏറ്റവും അവസാനത്തെ എഡിഷൻ. ഇസ്ലാം എന്ന് പറയുന്നത് ആദ്യ മനുഷ്യൻ മുതലുള്ള പടച്ചവനുള്ള സമർപ്പണത്തിനുള്ള ആ ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം, പടച്ചവന് സമർപ്പിക്കുക. പക്ഷേ ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബിയുടെ സമുദായം, ആ മുഹമ്മദ് നബിയിലൂടെ ഏറ്റവും അവസാനത്തെ എഡിഷൻ ഇറങ്ങിയിട്ട് 1400ഓളം വർഷങ്ങളായി. ഈ 1400ഓളം വർഷങ്ങളായി ഇസ്ലാം ഇവിടെ ഉണ്ട്, വിശുദ്ധ ഖുർആൻ ഇവിടെ ഉണ്ട്, മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഈ ടെററിസം എന്ന് പറയുന്ന, ഭീകരവാദം എന്ന് പറയുന്ന ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ പ്രവണത എപ്പോഴാണ് തുടങ്ങിയതെന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. എപ്പോഴാണ് ഈ ടെററിസം എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ ടെറർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഭരണകൂടത്തെയോ അവിടെയുള്ള ജനങ്ങളെയോ ഭീകരവൽക്കരിച്ചുകൊണ്ട് അവരെ പേടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ടെററിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യം തുടങ്ങിയിട്ട് എത്ര കാലമായി? 2-3 നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. 1400 വർഷങ്ങളായി ഇവിടെ ഖുർആനും അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങളും മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും എന്തേ വെറും 3-4 പിന്നെ അല്ലെങ്കിൽ 2-3 നൂറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഭീകരവാദങ്ങൾക്ക്? എന്തേ കാരണം? ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലാണ് നേഷൻ സ്റ്റേറ്റുകൾ ഉണ്ടാകുന്നതും അതിൻ്റെ ഭാഗമായ സാമ്രാജ്യത്വ അധിനിവേശങ്ങളും കൊളോണിയലിസവും അതിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പോയി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലൊക്കെ നടക്കുന്നത് ഈ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിലാണ്. ആ നൂറ്റാണ്ടുകളിൽ അത് സംഭവിച്ചപ്പോഴാണ് അതിനോടുള്ള പ്രതികരണമായിക്കൊണ്ട് പലതരത്തിലുള്ള മിലീഷ്യകളും ഭീകര സംഘടനകളും ഉണ്ടാകുന്നത്. അതിനർത്ഥം ഭീകര സംഘടനകൾ ന്യായീകരിക്കപ്പെടാനാണോ? അല്ല, പൂർണ്ണമായും അത് തെറ്റാണ്, യാതൊരു സംശയമില്ല. എന്നാൽ അത് ഉണ്ടാവാനുള്ള സാഹചര്യം ഒരുക്കിയവരാണ് അതിനേക്കാൾ വലിയ ഭീകരവാദികൾ. ഏറ്റവും വലിയ ഭീകരവാദികൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ അധിനിവേശം നടത്തി ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന നെതന്യാഹുവിനെ പോലെ, ജോർജ് ഡബ്ല്യു ബുഷിനെ പോലെ ഇങ്ങനെയുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭീകരത ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ ലിസ്റ്റിൽ എന്ത് വരൂല? ആ കോട്ടിട്ട ഭീകരവാദികൾ വരൂല. നമ്മുടെ ലിസ്റ്റിൽ എന്തേ വരുള്ളൂ? ആ കോട്ടിട്ട ഭീകരവാദികൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിനോട് പ്രതികരിക്കുന്ന വേറെ ചില ഭീകരവാദികളുണ്ട്. അവരുടെ പേരുകളോ അവരുടെ മുഖങ്ങളോ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. നമ്മൾ പറയുന്ന ഇത്ര മാത്രമാണ്, കോട്ടിട്ട ഭീകരവാദികളെയും നമ്മൾ കുറ്റപ്പെടുത്തണം, അതിനോട് പ്രതികരിച്ചുകൊണ്ട് നടത്തുന്ന ഭീകരവാദികളെയും നമ്മൾ കുറ്റപ്പെടുത്തണം. അതിന് ഓരോരുത്തരും അവരുടെ ഐഡിയോളജി ഒക്കെ ഉപയോഗിക്കും. ഉദാഹരണത്തിന് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? സായുധമായ പ്രതികരണത്തിന് വേണ്ടി കമ്മ്യൂണിസം എന്ന ഐഡിയോളജിയെ കുറച്ചുകൂടി അവർക്കനുസൃതമായ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മാവോയിസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് നൽകിക്കൊണ്ട് അതിനോട് പ്രതികരിക്കും. മുസ്ലിംകളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ മുസ്ലിം ഭീകര സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ക്രൈസ്തവ ഭീകര സംഘടനകൾ, KKK പോലെയുള്ള ഭീകര സംഘടനകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബുദ്ധ ഭീകര സംഘടനകൾ നമുക്ക് മ്യാൻമറിലൊക്കെ അത്തരത്തിലുള്ള ഭീകര സംഘടനകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും ബുദ്ധിസത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രൈസ്തവതയുടെയോ ഇസ്ലാമിൻ്റെയോ കമ്മ്യൂണിസത്തിൻ്റെയോ നേർക്കുനേരെയുള്ള വായനകളല്ല, മറിച്ച് ഓരോ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണമായി പല രൂപത്തിൽ പല ആളുകളും പ്രതികരിക്കുന്നതാണ്. ആ പ്രതികരണങ്ങളിൽ ഭീകരതയും തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.